ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യമായി നിലനിർത്തുന്നത് എങ്ങനെ? പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ശരീരം സുഖമായാൽ മതി എന്ന്, അല്ലെങ്കിൽ മനസ്സ് സന്തോഷമായാൽ മതി എന്ന്. പക്ഷെ സത്യം എന്താണെന്നാൽ മനസ്സും ശരീരവും തമ്മിൽ അതിശയകരമായൊരു ബന്ധമുണ്ട്. മനസ്സ് തളർന്നാൽ ശരീരം ക്ഷീണിക്കും, ശരീരം അസുഖപ്പെട്ടാൽ മനസ്സ് വിഷമിക്കും. അതിനാൽ ബാലൻസ് എന്നത് വളരെ പ്രധാനമാണ്. ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത് ഭക്ഷണം. നമ്മൾ കഴിക്കുന്നത് തന്നെയാണ് നമ്മളെ നിർമ്മിക്കുന്നത്. നാടൻ ഭക്ഷണം, പച്ചക്കറികൾ, പഴങ്ങൾ, കഞ്ഞി, പയർവർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ജീവശക്തി നൽകുന്നവയാണ്. ജങ്ക് ഫുഡ്, അമിതമായ പഞ്ചസാര, അമിത എണ്ണ ഇവ കുറയ്ക്കണം. മതിയായ അളവിൽ വെള്ളം കുടിക്കുക. പലർക്കും മനസ്സ് ക്ഷീണിക്കുന്നത് ശരീരത്തിൽ വെള്ളക്കുറവുള്ളത് കൊണ്ടാണ്. രണ്ടാമത് വേണ്ടത് വ്യായാമം. ദിവസവും 30 മിനിറ്റ് നടക്കുക. ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷേ ശരീരത്തിൻ്റെ ഗുണം വലുതാണ്. നടക്കുമ്പോൾ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺ എന്ന് പറയപ്പെടുന്ന എൻഡോൾഫിൻ പുറപ്പെടും. അതാണ് നമ്മളെ സന്തോഷത്തോടെ നിലനിർത്തുന്നത്. യോഗയും പ്രാണായാമവും പ്രത്യേകിച്ച് വളരെ ഉപകാരപ്രദമാണ്. ശ്വാസം നിയന്ത്രിക്കാൻ പഠിച്ചാൽ മനസ്സിനെയും നിയന്ത്രിക്കാം. മൂന്നാമത് ഉറക്കം. നല്ല ഉറക്കമില്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഗുണമേന്മയുള്ള ഉറക്കം വേണം. ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ ഓഫ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ശബ്ദം കുറയ്ക്കുക. മനസ്സ് ശാന്തമാക്കുക. ഉറക്കമെന്നത് ശരീരത്തിൻ്റെ റിപ്പയർ ചെയ്യുന്ന സമയമാണ്. നാലാമത് ധ്യാനം അഥവാ മാനസിക ശക്തി. ദിവസവും 10 മിനിറ്റ് ശാന്തമായിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സിൽ വരുന്ന ചിന്തകളെ നിരീക്ഷിക്കുക. അവയെ പിടിച്ചു നിർത്താതെ വിടുക. എനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസം വളർത്തുക. നെഗറ്റീവ് ചിന്തകൾ വളരാൻ മനസ്സിൽ അനുവദിക്കരുത്. അഞ്ചാമത് ബന്ധങ്ങളും സ്നേഹവും. മനസ്സിന് ഏറ്റവും വലിയ മരുന്ന് സ്നേഹമാണ്. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുക. സുഹൃത്തുക്കളോട് സംസാരിക്കുക. മനസ്സിൽ അടക്കി വച്ച വിഷമങ്ങൾ തുറന്നു പറയുക. ഒറ്റയ്ക്കിരിക്കുക നല്ലതാണ്, പക്ഷേ ഒറ്റപ്പെടരുത്. ആറാമത് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക. പ്രകൃതിയിൽ 15 മിനിറ്റ് നടക്കുക. സൂര്യപ്രകാശം ശരീരത്തിന് വിറ്റാമിൻ ഡി നൽകും. പച്ചപ്പും ശുദ്ധവായുവും മനസ്സിനെ വളരെ ഫ്രഷാക്കി വയ്ക്കും. പ്രിയ സുഹൃത്തുക്കളെ, ആരോഗ്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒന്നല്ല. അത് ദിവസേനയുള്ള ചെറിയ നല്ല ശീലങ്ങളുടെ ഫലമാണ്. നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ, ശരിയായ ഭക്ഷണം കഴിക്കുമ്പോൾ, ശരീരത്തെ ചലിപ്പിക്കുമ്പോൾ, മനസ്സിനെ ശാന്തമാക്കുമ്പോൾ, അപ്പോഴാണ് യഥാർത്ഥ ആരോഗ്യം നമ്മളെ തേടിയെത്തുന്നത്. ഇന്ന് തന്നെ ചെറിയ മാറ്റം ആരംഭിക്കൂ. നാളെ വലിയ മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നു.